സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഹവേന ബിന്നിൻ്റെ ഒരു മെഷീൻ കണ്ടുപിടിച്ചതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നത് സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക കൂടിയായിട്ടുള്ള ഇന്ദു ടീച്ചറുണ്ട്. അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെ ഇന്ദുജി. എൻ്റെ പേര് MK പശുപതി. ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി PK വിജയനാണ്. PK വിജയൻ. പിന്നെ ഹെവനയുടെ മാതാവ് രമ്യ P തോമസ്. അതുപോലെ ഹെവേന ബിനു ആണുള്ളത്. വിവിധ രംഗങ്ങളിലായിട്ട് 46ഓളം ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുള്ള ഹെവേനയുടെ പുതിയ ഒരു കണ്ടുപിടുത്തമാണ് ഇത്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഹെവേന സൂചിപ്പിക്കും. അതുപോലെ തന്നെ ഹെവേനയുടെ അധ്യാപികയും ഇവിടെയുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചുകൊണ്ട് എല്ലാ പരിപാടികളിലും 1ാം സ്ഥാനം കരസ്ഥമാക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് ഹെവേന. ഹെവേനയുടെ മാതാപിതാക്കൾ വേണ്ട പ്രോത്സാഹനം നൽകുന്നതുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളിലും വമ്പിച്ച വിജയം നേടാനും ഹെവേനയ്ക്ക് കഴിയുന്നുണ്ട്. ഹെവേനയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ശിശുക്ഷേമ സമിതിയുടെ സെക്രട്ടറി വിജയൻ സൂചിപ്പിക്കും. എല്ലാവർക്കും നമസ്കാരം. മാഷ് പറഞ്ഞതുപോലെ തന്നെ ശിശുക്ഷേമ സമിതി നടത്തിയിട്ടുള്ള വിവിധ മത്സരങ്ങളിൽ ഏറ്റവും ടാലൻ്റായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഹെവന ബിനു. അത് പത്രക്കുറിപ്പിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. വിവിധ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രസംഗ മത്സരത്തിലൂടെ അതേ സ്പോട്ടിൽ കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രസംഗ മത്സരം. അതിൽ നമ്മൾ കുട്ടികളുടെ പ്രസിഡന്റ്, കുട്ടികളുടെ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ടാലൻറ്റ്, അത് തിരുവനന്തപുരത്ത് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ തന്നെ പോയി അവതരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും ടാലൻ്റായിട്ടുള്ളൊരു കുട്ടി ഒരു കണ്ടുപിടുത്തം എന്നുള്ളതിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെഷീനാണ് ഈ ഇലക്ട്രോണിക് ഫെൻസ് കൺട്രോളർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമുക്കറിയാം, ഇന്ന് വന്യമൃഗവും മനുഷ്യരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്നലത്തെ പത്രത്തിൽ തന്നെ വയനാട്ടിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു സാഹചര്യങ്ങളിൽ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ കുട്ടി വളരെ ഡീപ്പായിട്ട് പഠനം നടത്തുകയും ഓരോ വർഷവും എത്ര പേര് മരിച്ചു വീഴുന്നു, എത്ര പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് നല്ല തോതിൽ പഠനം നടത്തുകയും അതിനുശേഷം ആ കുഞ്ഞു മനസ്സിൽ ഒരാശയം വരികയും നമ്മൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മിഷനാണ് ഇലക്ട്രോണിക് ഫെൻസ് കൺട്രോളർ. വളരെ വില കുറഞ്ഞ 4000-നും 7000-നും ഇടയിൽ വില വരുന്ന സാധന സാമഗ്രികൾ കൊണ്ട് അതും അതിൽ സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു മൃഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തമാണ് കുട്ടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കുട്ടി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇത്രയും ഒരു കണ്ടുപിടുത്തങ്ങൾ സാധാരണ നമ്മൾ മലയാളം മീഡിയം പഠിക്കുന്ന ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടി ഇത് കണ്ടുപിടിച്ചപ്പോൾ കേവലം സ്കൂളിലും അതുപോലെ തന്നെ ശാസ്ത്ര മേഖലകളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതൊരു ഫീലിങ്സ് ശിശുക്ഷേമ സമിതി സംബന്ധിച്ചുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം നടത്തി വ്യാപകമായി കുട്ടികളെ ഒന്ന് ജില്ലാതലത്തിലെങ്കിലും പരിചയപ്പെടുത്തുന്നതിനും അവരുടെ കണ്ടുപിടുത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ആ കുട്ടിക്ക് പ്രചോദനം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടി നേരിട്ട് തന്നെ കൂടെ സംസാരിക്കും. ടീച്ചർക്കും പല കാര്യങ്ങൾ സംസാരിക്കാം. ടീച്ചറുടെ പ്രിയ ശിഷ്യാണ്. നമസ്കാരം. 5ാം ക്ലാസ്സിലാണ് ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹെവേന ചേർന്നത്. തുടക്കം മുതൽക്ക് തന്നെ റേഡിയോ ജോക്കി ആയിരുന്നു. അന്ന് 5ാം ക്ലാസ് മുതൽക്ക് തന്നെ റേഡിയോ ജോക്കി ആയിരുന്നു. തുടക്കം മുതൽ തന്നെ കുട്ടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നിരവധി മത്സര രംഗങ്ങളിൽ 1ാം സ്ഥാനം, പ്രത്യേകിച്ച് പ്രസംഗ കലയിലാണ് ഞങ്ങൾ ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്, ഈ കുട്ടിയുടെ കഴിവ് ശ്രദ്ധിക്കപ്പെട്ടത്. തുടർന്ന് രചനാ മത്സരങ്ങളിലും പ്രബന്ധ, ഉപന്യാസ രചനാ മത്സരങ്ങളിലും കവിതാ രചനയിലും ഒക്കെ കുട്ടിയുടെ പ്രാവീണ്യം കുട്ടി തെളിയിച്ചു. ഈ 14 വയസ്സിനുള്ളിൽ കുട്ടി 6 അന്തർദേശീയ പുരസ്കാരം നേടി
ഉജ്ജ്വല ബാല്യം ഉൾപ്പെടെയുള്ള സംസ്ഥാനതല പുരസ്കാരങ്ങൾ നേടി. സാറ് പല സ്പീക്കറെ ബാലസഭയിലും ഹരിത സഭയിലൊക്കെ സ്പീക്കറായും ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വിവരം സാറ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിരവധി മേഖലയിൽ ഈ കുട്ടി തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഹെവേന എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നതിൽ അഭിമാനത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് ഞാനിവിടെ. സന്തോഷമുണ്ട്, ഏറെ സന്തോഷമുണ്ട്. ഇവിടെ ഒതുങ്ങേണ്ടതല്ല അവളുടെ കഴിവുകൾ. പ്രത്യേകിച്ച് ഈ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മലയോര മേഖലയിൽ, ചേലക്കര എന്ന് പറഞ്ഞൊരു മലയോര മേഖലയാണ്. വന്യമൃഗങ്ങളുടെ ശല്യം അത്രത്തോളം സഹിക്കുന്ന ഏരിയയാണ്. അതിനൊരു സൊല്യൂഷൻ ഈ കൊച്ചു ബ്രെയിനിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് എങ്ങനെ നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമാക്കാം എന്ന് തന്നെയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ദൈവം അതിന് അവൾക്ക് അവസരങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഹെവേന ഒന്ന് കാര്യങ്ങളൊന്ന് എടുക്കട്ടെ. ഒന്നോ ചെയ്തത് അതെ. ഇങ്ങോട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഞാനൊരു NCCയുടെ ചാർജുള്ള ടീച്ചറാണ്. മികച്ചൊരു NCC കേഡറ്റ് ആണ്. അവളാണ് സീനിയറായിട്ട്, ഞങ്ങളുടെ NCC ഗ്രൂപ്പിലെ സീനിയറായിട്ട് അവളാണ്. അപ്പോൾ എന്താ പറയുക, നേതൃത്വ പാഠവത്തിൽ ആ കുട്ടിയുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. NCCയുടെ 2 നാഷണൽ ക്യാമ്പുകളിൽ ആ കുട്ടി പങ്കെടുത്തിട്ടുണ്ട്. വിട്ടുപോയതാണ് പറയാൻ. Greetings to all of us present here. Today I'm here to introduce my innovative project, Wildlife Sentinel Smart Electric Fence Controller, Energy Shielding, Powering Safety. The conflicts between humans and wild animals is one of the serious issues which we are facing currently nowadays. And the farmers often faces heavy crop loss while the wild animals enter to their fields. And illegal traditional electric fences are increasingly turning into deadly traps for humans and wild animals. In Kerala alone, a tragic incident in Nelampur. A 15-year-old boy died due to this traditional electric fences. And these traditional electric fences have been responsible for at least 37 deaths in Kerala on last year, more than 5,000 deaths on all over India. And these hard facts deeply moved me and became the reason for my new innovative project, Wildlife Sentinel. The programming logic is very simple. The fence can easily identify whether the coming object is a human or a wild animal and act accordingly to it. If an animal is detected, first the LED strips lights and buzzer sound will be produced. The LED strips lights indicate that electricity in a controlled manner is passing through it. At the same time, a telegram notification will send into the user's mobile phone and also nearby stations such as police station, hospitals, and to the landowner's mobile phone. And if a human is detected, the fence will undergo deactivate, ensuring safety. However, at the same time, the telegram notification will send into the user's mobile phone. I had integrated an oil seed display and also a lighting system to alert the people, the people who lives near to the forest and the agricultural land places. And this prototype clearly separate wildlife area and human habitat area. I had equipped ultrasonic sensors in the wildlife area and infrared sensors in human habitat area. The ESP32 reads sensors values, execute conditional logic, and do the outputs. Currently, the prototype is small scale only for demonstration purposes, and we need a stable internet connectivity to send the notifications. There are 17 Sustainable Development Goals of United Nations, and my project have direct and indirect connection with many SDGs. SDG 7, Affordable and Clean Energy. Through this, we can ensure that the electricity waste is checked and documented, and we can see the places which we can improve. SDG 9, Industry, Innovation and Infrastructure.
as we promote modern technologies for sustainability and SDG 15 life on land, so we can ensure that the number of deaths or number of conflicts between human and wild animals are decreased. And in the future, I'm planning to integrate AI-based image recognition for complete eco-friendliness and AI-based image recognition for a higher level of security, and would use eco-friendly solar sensors for complete eco-friendliness. And I'm planning to integrate cloud-based monitoring dashboard. And with the help of government, I'm trying to implement this. There is not a single star which we can touch without the help of government. And this project can be used in the places which we need high border security. By integrating the sensing technologies with the electric fence system, we can create a high level security barrier in more sensitive places such as army borders, naval bases, aerospace centers, and even in historical monuments. The electric fence already act as a physical and psychological deterrent, preventing unauthorized or unusual human or animal interventions. When the fence is combined with some more additional additional things such as vibration sensing, chemical compound sensing, and motion detectors, they can do much more than just block the entry. And currently, mainly this fence is calibrated to identify the humans and wild animals, and there is a limitation that it cannot detect the subtle or reptiles such as snake. But I'm planning to integrate fence that can also detect the reptiles. And I'm isn't stopping. For the meantime, I would like to say that energy shielding, powering safety. Thank you. Demo. I'll switch over. കേരളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ അധികം ഈ ഇലക്ട്രിക് ഷോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങൾ, വന്യജീവികളൊക്കെ ഇങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് കയറി കൃഷി നശിപ്പിക്കുന്നതും ഒരു സ്ഥിരം വാർത്തയാണ്. പ്രത്യേകിച്ച് എന്റെ സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഉള്ളേരിയാണ്, ഗ്രാമമാണ്. അപ്പൊ അവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി അപ്ഡേറ്റ് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ആലോചിച്ചാണ് ഈ ഒരു പ്രൊജക്ടിലേക്ക് ഞാൻ എത്തിയത്. ടെക്നിക്കൽ ഹെൽപ്പ് ഒക്കെ തരുന്നത് ഒരു കിൻഫ്രയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാർ ഉണ്ടായിരുന്നു, ഡാനിയൽ എന്ന് പറഞ്ഞ സാറ്. ആ സാറാണ് എനിക്ക് ഈ പ്രോട്ടോടൈപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതാണ് ഇതൊന്ന് ഡെമോ ചെയ്ത് കാണിച്ചാൽ ഇപ്പൊ കറന്റ്ലി ഉള്ള ഫെൻസ് എന്ന് പറയുന്നത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒരേ രീതിയിലുള്ള ഇലക്ട്രിക് ഷോക്ക് ആണ് നൽകി വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിച്ച് കാണുന്ന, ഒരിക്കലും മൃഗങ്ങളെ അത്രയും ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കാത്ത ചെറിയ മൈൽഡ് കൺട്രോൾഡ് രീതിയിലുള്ള അതിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതുമായി അതിന്റെ ജീവ ഹാബിറ്ററ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഷോക്ക്, കൺട്രോൾഡ് ഷോക്കാണ് ഈ ഒരു ഫെൻസിലൂടെ നടത്തി വരുന്നത്. ഒറ്റയടിക്ക് മനുഷ്യരെയും മൃഗങ്ങളെയും ഇല്ലാതാക്കുന്ന ഇപ്പോ കറന്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ ഇലക്ട്രിക് ഫെൻസിൽ നിന്നും വിപരീതമായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഈ ഒരു ഫെൻസ്. സോളാർ ഫെൻസ് കറന്റ്ലി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഫെൻസിൽ മറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ്. ഞാൻ പ്രോട്ടോടൈപ്പ് വർക്ക് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. പറഞ്ഞ പോലെ ടെലഗ്രാം ബോട്ട് വഴി കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ഫെൻസിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിച്ച് കാണാൻ പറ്റും. ഒപ്പം തന്നെ മൃഗങ്ങളുടെ സൈസ് അനുസരിച്ച് ഇതിനെ വേർതിരിച്ച് കാണാനായിട്ട് പറ്റും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്
ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ റിയൽ ഹ്യൂമൻസിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. ടെലഗ്രാം നോട്ടിഫിക്കേഷൻ വഴി നമുക്ക് ഇത് അറിയാനും പറ്റും. കാടല്ല, ഇതിന്റെ കാട്. ഈ ഭാഗം കാടായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സ്ഥലത്താണ്. സ്മോൾ ആനിമൽ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരും. അതേസമയം ബിഗ് ആനിമൽ ആണെങ്കിൽ എലിഫന്റ് ഡിറ്റക്ടർ എന്നുള്ള നോട്ടിഫിക്കേഷനും, ഹ്യൂമൻസ് ആണെങ്കിൽ ഹ്യൂമൻ ഡിറ്റക്ടർ എന്ന് കാണിക്കും. അറ്റ് ദ സെയിം ടൈം ഈ ഓയിൽ സീഡ് ഡിസ്പ്ലേയിലും ലൈറ്റ് ഇൻഡിക്കേഷൻ ടവറിലും ഇത് കാണാനായിട്ട് പറ്റും. ഈ ഒരു സൈഡ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു ഹ്യൂമൻ ഹാബിറ്റഡ് ഏരിയ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ വന്നു കഴിഞ്ഞാൽ ഫെൻസ് താനെ ഓഫ് ആവും. കൈ കാണിച്ചു ഞാൻ കാണിക്കട്ടെ. ഹ്യൂമൻ ഡിറ്റക്റ്റഡ് ഫെൻസസ് ഓഫ്. കുഞ്ഞു രാത്രി ടൈമില് രാത്രി എന്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പിൽ എന്ന് പറയുമ്പോൾ ഇതില് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഫെൻസ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്റെ ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പോ കുറച്ചു പേരുടെ ഇങ്ങനെ അഭിപ്രായം കിട്ടിയതിനെ തുടർന്നാണ് ഈ ഓയിൽ സീഡ് ഡിസ്പ്ലേ ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റം. ഓയിൽ സീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്ക്, ഇപ്പൊ കാടിന്റെ അടുത്ത് താമസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഓയിൽ സീഡ് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാത്രി കാലഘട്ടങ്ങളിലാണെങ്കിൽ ഈ ലൈറ്റ് ഇൻഡിക്കേഷൻ ടവറിൽ ഗ്രീൻ, റെഡ്, ഓറഞ്ച് ഈ കളറിലായിട്ട്, ഗ്രീൻ ആണെങ്കിൽ മനുഷ്യരടുത്തുണ്ടെന്നൊരു കാര്യം കാണിക്കാനും, ഓറഞ്ച് ആണെങ്കിൽ ചെറിയ മൃഗങ്ങളും, റെഡ് കളർ ആണെങ്കിൽ വലിയ മൃഗങ്ങളും ഉണ്ടെന്ന് കാണിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇപ്പോ കറന്റ്ലി ഞാൻ പ്ലാൻ ചെയ്ത പ്രകാരം ഈ ഷോക്കാണ്. പക്ഷെ ഇതിൽ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ചില മൃഗങ്ങൾക്ക് ചില സൗണ്ട്സ് പേടിയായിരിക്കുമല്ലോ. ഇപ്പോ ആനയ്ക്ക് എന്ന് പറയുമ്പോ ഈ തേനീച്ചകളുടെ സൗണ്ട് ഒക്കെ പേടിയുള്ളത് പോലെ തന്നെ ഓരോ ആനിമലിന്റെയും സൗണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറൊരു രീതിയിലായിട്ട് കുറച്ചുകൂടി ടെക്നോളജി ആഡ് ചെയ്ത് AI ബേസ്ഡ് ഇമേജ് റെക്കഗ്നൈസേഷൻ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സെൻസേഴ്സിന്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി 2 വർഷവും 24/7 വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നിലവിലുള്ള ഫെൻസിംഗ് ഉണ്ടല്ലോ, അവർക്ക് ഈ യൂണിറ്റ് ഘടിപ്പിക്കാൻ പറ്റും? തീർച്ചയായും. അതായത് ഇപ്പോ നമ്മളിപ്പോ കണ്ടുവരുന്ന സെൻസേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേ രീതിയിലുള്ള ഇലക്ട്രിക് ഷോക്കാണ് നൽകി വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതിലെ സെൻസേഴ്സ് അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോമ്പോണൻസ് അതുപോലെയുള്ള ഫെൻസുകളിൽ ആഡ് ചെയ്യുന്നത് വഴി അതൊക്കെ കൺട്രോൾ ആയ രീതിയിൽ ഇലക്ട്രിക് ഷോക്ക് ആയാലും നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോ കുറെ അധികം ടെററിസ്റ്റ് ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിലായാലും ആർമി ബോർഡേഴ്സ് ആ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി വേണ്ട സ്ഥലങ്ങളിലായാലും നടന്നു വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഉള്ള സെൻസേഴ്സ്, ഇങ്ങനെ ബ്ലാസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ സെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൻസേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ 3 സോണുകളായിട്ടൊക്കെ തിരിച്ച് ഈ ഫെൻസ് വെക്കുകയാണെങ്കിൽ അത് വളരെ രീതിയിൽ ചുരുക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ബ്ലാസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ഈ ടെലഗ്രാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റം വഴി നോട്ടിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഒരു യൂണിറ്റിന് 4000 മുതൽ 7000 വരെ ആളുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ എത്ര കിലോമീറ്റർ ഇത് നമുക്കൊരു യൂണിറ്റിന് എടുക്കാൻ പറ്റും? 1 കിലോമീറ്റർ ആണ് ഞാനിപ്പോ ചെയ്തത് പ്രകാരം. 1 കിലോമീറ്റർ സെൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും സെൻസേഴ്സും മറ്റു കോമ്പോണൻസും എല്ലാം വെക്കുന്നുണ്ടാവുക. അതിനാണ് ഈ എമൗണ്ട്. അതിനാണ് ഈ ഒരു എമൗണ്ട്. ഓരോ കിലോമീറ്ററിനും ഈ സെൻസർ വെക്കേണ്ടി വരും. ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കുറച്ചുകൂടി വിപുലീകരിക്കുകയാണെങ്കിൽ സ്ഥലം കൂട്ടി കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റും. ഇല്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോ പ്രൊജക്ടിന്റെ ബാക്കി കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. AI ഇമേജ് റെക്കഗ്നൈസേഷൻ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വരും കുറച്ച് ദിവസങ്ങളുള്ള അത് ചെയ്യും. അതുകൂടി ചെയ്തതിന് ശേഷം മറ്റ്
കാര്യങ്ങള് പാറ്റന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു.